പറഞ്ഞാൽ സോപ്പ് ഇട്ട് ഇങ്ങനെ ഇട്ട് കഴിവോട്ടെ. അതാണ് ആകെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ പരസ്യമൊക്കെ കാണും, സോപ്പ് ചന്ദ്രിക സോപ്പ് ഇതൊക്കെ ഇട്ട് സ്കിൻ നല്ല ബ്രൈറ്റ് ആവും എന്നൊക്കെ ആ ഒരു പരസ്യത്തിന്റെ റഫ് ആവും, ഭയങ്കര ഡ്രൈ ആവുന്ന സംഭവം മനസ്സിലായിട്ടോ. അതോടുകൂടി പിന്നെ എപ്പോഴും ഒരു തിരിച്ചറിവ് വന്നപ്പോഴാണ് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തത്. ഇല്ലണ്ടല്ലോ ഈ ഒരു സൈഡിലും പിമ്പിൾസിന്റെ ചെറിയ ചെറിയ പാടുകൾ. പിന്നെ ഹായ് എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്കിൻ കെയറിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് കേട്ടോ. സ്കിൻ കെയറിനെ കുറിച്ച് വലിയ നോളജ് ഒന്നുമില്ല, എങ്കിലും എന്റേതായ എക്സ്പീരിയൻസിൽ ഞാനിപ്പോൾ സ്കിൻ കെയർ തുടങ്ങിയിട്ട് എന്റെ ഫേസിൽ എന്തൊക്കെ ചേഞ്ച് വന്നു, സ്കിൻ എത്രത്തോളം ഇമ്പ്രൂവ് ആയി എന്നതിനെ കുറിച്ചിട്ടുള്ള കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കും ഒന്ന് തുടങ്ങിയാൽ കൊള്ളാം എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ കേട്ടോ. ഞാനും അങ്ങനെ ആദ്യമൊന്നും സ്കിൻ കെയർ ഒന്നും ചെയ്യാത്ത ഒരാളായിരുന്നു കേട്ടോ. ഇപ്പൊ നമ്മള് ആകെ ചെയ്യണമെന്ന് പറഞ്ഞാല് സോപ്പ് ഇട്ട് ഇങ്ങനെ ഇട്ട് കഴിവോട്ടെ. അതാണ് ആകെ ചെയ്യണമെന്ന് പറഞ്ഞാല്. അത് നമ്മള് പരസ്യമൊക്കെ കാണുമ്പോ ലെക്സ് സോപ്പ്, ചന്ദ്രിക സോപ്പ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്കിൻ നല്ല ബ്രൈറ്റ് ആവും എന്നൊക്കെ ഉള്ള ആ ഒരു പരസ്യത്തിന്റെ ആ ഒരു ഇതിൽ നമ്മൾ അതൊക്കെ യൂസ് ചെയ്യും കേട്ടോ. പിന്നെ മനസ്സിലായി സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് റഫ് ആവും, ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന സംഭവം മനസ്സിലായിട്ടോ. അതോടുകൂടി സോപ്പ് നിർത്തി. പിന്നെ ഫേസ് വാഷ് യൂസ് ചെയ്ത് തുടങ്ങി കേട്ടോ. അപ്പൊ അതാണ് ആദ്യം ഞാൻ തുടങ്ങിയ സംഭവം എന്ന് പറഞ്ഞാല്. ഇപ്പൊ ഫേസ് വാഷ് യൂസ് ചെയ്ത് അത് പ്രോപ്പറായിട്ടൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. നമുക്കൊരു തോന്നലിൽ യൂസ് ചെയ്യും, അല്ലാണ്ട് പ്രോപ്പറായിട്ടൊന്നും യൂസ് ചെയ്യലുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എപ്പോഴോ ഒരു തിരിച്ചറിവ് വന്നപ്പോഴാണ് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത് ഒരു വൺ മന്ത് കഴിഞ്ഞപ്പോഴേക്കും സ്കിന്നിൽ ആ ഒരു മാറ്റങ്ങൾ കണ്ടു തുടങ്ങി കേട്ടോ. അപ്പൊ ഞാൻ എന്റെ പഴയ പിക്സ് ഒക്കെ ഇവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. എന്റെ ആ ഒരു സ്കിൻ എത്രത്തോളം ഇമ്പ്രൂവ് ആയത് നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോസ് കാണുമ്പോൾ മനസ്സിലാവും. നല്ലോണം മാറ്റമുണ്ട് കേട്ടോ. സ്കിൻ കെയർ ചെയ്യൂലായിരുന്നെങ്കിലും ഞാൻ ഫേസ് പാക്കുകളൊക്കെ യൂസ് ചെയ്യായിരുന്നു കേട്ടോ. മാസത്തിൽ 1-2 ഫേസ് പാക്കുകൾ, DIY ആയിട്ടുള്ള ഫേസ് പാക്കുകളൊക്കെ യൂസ് ചെയ്യായിരുന്നു. പക്ഷെ അത് നമ്മൾ 1-2 ദിവസത്തെ ആ ഒരു ബ്രൈറ്റ്നസ് നിന്നിട്ട് പിന്നെ അത് സാധാരണ പോലെ സ്കിന്നിന് വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയൊരു ബ്രൈറ്റ്നസ് തോന്നും, അത് 1-2 ദിവസം കഴിയുമ്പോൾ പിന്നെ അത് പഴയതുപോലെ തന്നെ സ്കിൻ ആവട്ടെ. എന്റെ സ്കിന്നിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയിരുന്നു കേട്ടോ. സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരുന്നു, ഭയങ്കര റഫ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ തൊലി ഇളകണ പോലെയായിരുന്നു എന്റെ സ്കിന്ന് ഇരുന്നത് കേട്ടോ. അതിപ്പോ വിന്റർ സീസൺ അല്ലെങ്കിലും എന്റെ സ്കിൻ ഭയങ്കരമായിട്ട് അങ്ങനെ ഡ്രൈ ആയിട്ടായിരുന്നു ഇരുന്നത്. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. അപ്പൊ ഞാൻ ഈ സ്കിൻ കെയർ സ്റ്റാർട്ടിങ് തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും അതിന് നല്ലോണം മാറ്റം ഉണ്ടായി. സ്കിൻ ഒരു നോർമൽ ഒരു ഇതിലേക്ക് വന്നു തുടങ്ങി കേട്ടോ. മുമ്പ് എന്റെ സ്കിന്നിലുണ്ടല്ലോ ഈ ഒരു സൈഡിലും പിമ്പിൾസിന്റെ ചെറിയ ചെറിയ പാടുകൾ, പിന്നെ ചെറിയ അല്ലാതെയുള്ള പാടുകളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നതാണ് കേട്ടോ. പിന്നെ സ്കിൻ കെയർ തുടങ്ങി കഴിഞ്ഞാണ് അതൊക്കെ നന്നായിട്ടൊന്ന് ഫെയ്ഡ് ആയത് കേട്ടോ. പിന്നെ പാക്ക് മാത്രം ഇട്ടതുകൊണ്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവില്ല. നമ്മൾ ഈ ഒരു സ്കിൻ കെയറും കൂടി ചെയ്യണം, എന്നാലും മാത്രമേ നമ്മുടെ സ്കിൻ നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആവുള്ളൂ കേട്ടോ. സ്കിൻ കെയർ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ ഞാൻ റീസെന്റ് ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, സ്കിൻ കെയറിൽ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പൊ ആ ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ സ്കിൻ കെയർ തുടക്കക്കാർ ചെയ്യേണ്ടത് കേട്ടോ. അത് മസ്റ്റ് ആയിട്ടും ചെയ്യണം. അപ്പൊ അതിക്ക് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ ആദ്യം. അത് ഭയങ്കര സിമ്പിൾ ആണ്. അപ്പൊ അതിനെക്കുറിച്ചും ഞാനൊരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഞാനിവിടെ സൈറ്റിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുക്കാം കേട്ടോ. അത് സിമ്പിൾ ആണ്, നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണെന്നോ ചെറിയൊരു ടെസ്റ്റ് പോലെയൊക്കെ നമുക്ക് ചെയ്ത് നോക്കി അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് കേട്ടോ. ഇപ്പോൾ നമുക്കറിയാം ഡ്രൈ സ്കിൻ ഉണ്ടാവും, ഓയിലി സ്കിൻ ഉണ്ടാവും, നോർമൽ സ്കിൻ ഉണ്ടാവും, കോമ്പിനേഷൻ സ്കിൻ ഉണ്ടാവും. അങ്ങനെ ആ ഡിഫറെന്റ് സ്കിൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്കിൻ എന്ത് ടൈപ്പാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാം കേട്ടോ. അതല്ലാതെ മറ്റുള്ളൊരാൾ യൂസ് ചെയ്യണ പ്രൊഡക്റ്റ് നല്ലതാണ്, അത് പ്രൊഡക്റ്റ് നല്ലതാണ്, നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളത് വാങ്ങിച്ച് യൂസ് ചെയ്യരുത്. നമ്മളുടെ ഇപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ ഓയിലി സ്കിന്നുകാര് നമുക്കറിയാലോ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണെങ്കിലും ഫേസ് വാഷ് ആണെങ്കിലും അങ്ങനെയുള്ള യൂസ് ചെയ്യാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കണം. അപ്പൊ ഞാനും അങ്ങനെയാണ് കേട്ടോ. എന്റെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് ഞാൻ നോക്കിയിട്ടാണ് ഞാൻ എന്റെ ഓരോ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യണം കേട്ടോ. എനിക്ക് സ്യൂട്ട് ആവുമോ, അല്ലെങ്കിൽ എന്റെ സ്കിന്നിന് അത് മാത്രമല്ല എന്റെ സ്കിന്നിന് എന്തെങ്കിലും അത് പ്രോബ്ലം ഉണ്ടോ. ഇപ്പൊ എന്റെ സ്കിന്നിന് ഇപ്പോൾ ആക്നീസും പിമ്പിൾസും ഒക്കെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഫേസ് വാഷ് അല്ല ഞാൻ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ പിമ്പിൾസ് കുറച്ചൊക്കെ നമുക്കിപ്പോൾ അറിയാൻ പറ്റുമല്ലോ, തരുതൽ പോലെ പിമ്പിൾസ് വന്ന സമയം ഉണ്ടാവും. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ അതിന് പറ്റിയ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ പിമ്പിൾസും ആക്നീസും ഒന്നും ഇല്ലാത്ത ഒരു ഫേസ് ആണെങ്കിൽ നിങ്ങൾ അതേപോലെയുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുക. അതല്ലാതെ ഇപ്പോൾ പിമ്പിൾസിനും ആക്നീസിനും ഉള്ള ആ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പിമ്പിൾസ് വരാനായിട്ടാണ് ചാൻസ് കേട്ടോ. അപ്പൊ ഇതേപോലെയാണ് ഞാൻ എല്ലാ പ്രൊഡക്റ്റും യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ സിറംസ് ആണെങ്കിലും ഫേസ് വാഷ് ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ട് ആയിട്ടുള്ളത് തിരഞ്ഞെടുത്ത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഈ സ്കിൻ കെയർ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളത് നമ്മൾ അത് കണ്ടുപിടിക്കാം കേട്ടോ. അത് വെരി സിമ്പിൾ ആണ് കേട്ടോ.
പക്ഷെ ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം, എപ്പോഴും നമ്മുടെ സ്കിൻ ടൈപ്പ് ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആദ്യം ഭയങ്കര ഡ്രൈ സ്കിൻ ആയിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ഒരു നോർമൽ സ്കിന്നായിട്ട് തോന്നുന്നുണ്ട്. ചില സമയത്ത് കോമ്പിനേഷൻ സ്കിൻ പോലെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ സ്കിന്നിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാനത് സെക്കൻഡ് പാർട്ടായിട്ട് എൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോ ഭയങ്കര ലെങ്തി ആയിരിക്കും, നിങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.